തൃശൂർ ആമ്പല്ലൂരിലെ ജ്വല്ലറിയിൽ മോഷണം നടന്നതായി പരാതി. ആമ്പല്ലൂർ ജയമോഹൻ ജ്വല്ലറിയിൽ നിന്ന് 17 സ്വർണ്ണ മോതിരങ്ങൾ നഷ്ടപ്പെട്ടു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ലെവിൻ കെ വിജയൻ ചേരുന്ന വിവരങ്ങൾ നൽകാൻ. ലെവിൻ, ഈ തൃശ്ശൂരിൽ ഇത്തരത്തിലുള്ള കവർച്ചാ മോഷണം ഇതൊക്കെ തുടർക്കഥയാവുകയാണ്. ഇപ്പോൾ ഇതാ ഒരു ജ്വല്ലറിയിൽ നിന്ന് ഒരു 17 സ്വർണ്ണ മോതിരങ്ങൾ കവരുകയാണ്. ഈ പ്രതികളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ടോ? പോലീസ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? അരുണ്യ, പുതുക്കാട് പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് മോഷണം നടക്കുന്നത്. അതായത് തൃശൂർ പോട്ടയിലെ ബാങ്ക് റോബറി നടക്കുന്ന അതേ സമയത്ത്, ഏകദേശം അതേ സമയത്ത് തന്നെയാണ് ആമ്പല്ലൂരിൽ മോഷണം നടക്കുന്നത്. ജയമോഹൻ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെത്തിയ എന്നുള്ള വ്യാജന എത്തിയ തമിഴ്നാട് സ്വദേശികളാണ് തന്ത്രപരമായി ജ്വല്ലറി ജീവനക്കാരെ കബളിപ്പിച്ച് 17 സ്വർണ്ണ മോതിരങ്ങൾ കവർന്നിരിക്കുന്നത്. ഈ സ്വർണ്ണ മോതിരങ്ങൾ കാണണമെന്നാവശ്യപ്പെട്ട മോഷ്ടാക്കൾ ഈ മോതിരങ്ങൾ ജ്വല്ലറി ജീവനക്കാർ കാട്ടിക്കൊടുക്കുന്നതിനിടയിൽ ഈ മോതിരങ്ങൾ ഒളിപ്പിച്ച ട്രെയിൽ നിന്നും ഒരു മോതിരങ്ങളുടെ ചെപ്പാണ് കവർന്നെടുത്തത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ കവർച്ച ഈ ജീവനക്കാർക്കടക്കം മനസ്സിലായിട്ടുള്ളത്. 17 സ്വർണ്ണ മോതിരങ്ങളാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. ഇന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ ഓഡിറ്റിംഗ് നടത്തുകയും ചെയ്തപ്പോഴാണ് ജ്വല്ലറിയിൽ നിന്ന് ഇത്രയധികം മോതിരങ്ങൾ നഷ്ടപ്പെട്ടതായി ജീവനക്കാർക്ക് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഇവർ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇന്നലെ ഉച്ചയ്ക്ക് സ്വർണം വാങ്ങാനെന്ന വ്യാജേന എത്തിയ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ആളുകൾ, തമിഴും മലയാളവും ഇടകലർന്ന് സംസാരിക്കുന്ന ആളുകളാണ് മോഷണം നടത്തിയതെന്ന് വ്യക്തമാകുന്നത്. മോഷണം തിരിച്ചറിഞ്ഞതോടുകൂടി പുതുക്കാട് പോലീസിൽ ജ്വല്ലറി ജീവനക്കാർ പരാതി നൽകിയിട്ടുണ്ട്. ആമ്പല്ലൂർ സ്വദേശിയായിട്ടുള്ള ജയമോഹനാണ് ജ്വല്ലറിയുടെ ഉടമ. ഇദ്ദേഹം തന്നെ നേരിട്ടെത്തിയാണ് പുതുക്കാട് പോലീസിൽ പരാതി നൽകിയത്. ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് പുതുക്കാട് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ജ്വല്ലറിയിൽ എത്തിയ ആളുകൾ ആരാണെന്ന് കണ്ടെത്തുന്നതിനടക്കം CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ പോലീസ് തുടരുകയാണ്. ഈ പ്രതികളെ കുറിച്ച് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഊർജിതപ്പെടുത്തിയതുമായാണ് പോലീസ് പറയുന്നത്. അരുണ്യ, മോഷണത്തിന്റെ ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. CCTV ദൃശ്യങ്ങൾ.